Watch full episodes on Jio Hotstar. മുത്തശ്ശ ബോൾ എറിയ്. പിടിച്ചു. മോളെ ഇതൊന്നുകൂടി പിടിച്ചേ. മിസ്സായി പോയല്ലോ. വാവ്, എന്ത് നല്ല ഹോഴ്സാ. അല്ല കുട്ടി, നിനക്ക് ഹോഴ്സ് റൈഡിംഗ് ചെയ്യണമെന്നുണ്ടോ? അതെ അതെ, എനിക്ക് ഹോഴ്സ് റൈഡിംഗ് ചെയ്യണം. മുത്തശ്ശ മുത്തശ്ശ മുത്തശ്ശ, എനിക്ക് കുതിരപ്പുറത്ത് കയറണം, കുതിരപ്പുറത്ത് കയറണം, കുതിരപ്പുറത്ത് കയറണം. തീർച്ചയായിട്ടും മോളെ കൊണ്ടുപോകാട്ടോ. ഇതൊരു നല്ല കുതിരയല്ലേ, ബഹളം വെച്ച് ഓടുവന്നില്ലല്ലോ. ഡോണ്ട് വറി സർ, പേടിക്കണ്ട. നല്ലോണം ട്രെയിനിങ് ചെയ്തെടുത്ത കുതിരയാണ്, അറിയോ? ടാറ്റാ, സൂക്ഷിച്ചു പോണേ മോളെ. വേഗം നടക്ക് കുതിരേ, ടിക് ടിക് ടിക്. വേഗം നടക്ക് കുതിരേ, ടിക് ടിക് ടിക്. നിർത്തൂ, ആ കുതിരയെ പിടിച്ച് നിർത്തൂ. വേഗം പറയുന്നത് കേൾക്കൂ. പോലീസിനെ വിളിക്ക്, വേഗം പോലീസിനെ വിളിക്ക്. ഞാൻ ലഡ്ഡു സിംഗിനെ വിളിച്ചു നോക്കട്ടെ. ലഡ്ഡു സിംഗ് സാറേ. പറഞ്ഞോളൂ, ഞാൻ കേൾക്കുന്നുണ്ട്. ഒരു കുതിരക്കാരൻ എന്റെ മോളെ കൊണ്ട് കടന്നു കളഞ്ഞു സാറേ. ആ കുതിരക്കാരൻ കാടിന്റെ ഭാഗത്തേക്ക് പോയി. കുതിരയ്ക്ക് എങ്ങനെ കിഡ്നാപ്പ് ചെയ്യാൻ സാധിക്കുക? കിഡ്നാപ്പർ അല്ല കിഡ്നാപ്പ് ചെയ്യാറുള്ളത്. എടോ, ഒരു കുതിരക്കാരന്റെ മോളെ കൊണ്ട് കടന്നു പോയെന്നാ ഞാൻ പറഞ്ഞത്. ഉടനെ എന്തെങ്കിലും ഒന്ന് ചെയ്യേ. താനൊന്ന് വേഗം വരാൻ നോക്ക്. ഒന്ന് വേഗം വാ. ഞാൻ ധനരാജസിംഗാണ് സംസാരിക്കുന്നത്, അറിയോ? അത് ശരി, സാറായിരുന്നോ? സാറ് ഒന്നുകൊണ്ട് വിഷമിക്കരുത്. ഞാനിവിടെ ഉള്ളപ്പോ സാറിന്റെ മോൾക്ക് ഒരു ആപത്തും സംഭവിക്കില്ല. വൈ ഫിയർ വെൻ ലഡ്ഡു സിംഗ് ഈസ് ഹിയർ. ഹലോ ഹലോ ശിവ. പറയില്ലടു സിംഗ് സർ. ഒരു കുട്ടി ഒരു കുതിരേനെ അല്ലല്ല, ഒരു കുതിര ഒരു കുട്ടീനെ കിഡ്നാപ്പ് ചെയ്തിട്ട് കാട്ടിലേക്കുള്ള വഴിയിൽ അത് രക്ഷപ്പെട്ട് ഓടിയിട്ടുണ്ട്. ഓക്കേ ലഡു സിംഗ് സർ, ദാ ഞാൻ വരുന്നു. ഇത് സാറിന്റെ സ്ഥിരം പരിപാടിയാ, ശിവയോട് സഹായം ചോദിക്കുന്നത്. ആദ്യയും യുഡിയെയും കൊണ്ട് എത്രയും പെട്ടെന്ന് കാടിന്റെ അടുത്തേക്ക് വാ. ഞാൻ ഇപ്പൊ തന്നെ വരാം ശിവ. കുതിരയുടെ ശബ്ദം താഴെ നിന്നാണ് കേൾക്കുന്നത്. ചിലപ്പോ കുതിര ഇവിടെ എവിടെയെങ്കിലും കാണും. അല്ല, കുതിരയെ കാണുന്നില്ലല്ലോ. ഇവിടെ നിന്നാണല്ലോ ശബ്ദം കേട്ടത്. അന്വേഷിക്കേണ്ടി വരും. അല്ല, ഞാനിവിടെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? അതെ അതെ, പറഞ്ഞത് വളരെ ശരിയാ. ഈ മിസ്റ്റർ ഡിവോഴ്സ് നല്ലൊരു മനുഷ്യനാ കേട്ടോ. ഞാൻ നിന്റെ പപ്പയോട് 1 കോടി രൂപയെ ഞാൻ ചോദിക്കത്തുള്ളൂ കേട്ടോ. ഇത് 25ാമത്തെ കിഡ്നാപ്പിംഗ്. ഓരോ കിഡ്നാപ്പിലും 1 കോടി വർദ്ധിപ്പിക്കും. എനിക്കാണെങ്കിൽ ഒരുപാട് കോടികളുടെ ആവശ്യമുണ്ട്. 1 കോടി കൂടെ കൂട്ടിയപ്പോൾ 50 കോടിയായി. എന്നെ
മര്യാദയ്ക്ക് വിട്ടോളൂ, അല്ലെങ്കിൽ എന്റെ മുത്തശ്ശൻ നിങ്ങളെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും. മിസ്റ്റർ DKയുടെ ഡീൽ ഇതുവരെ ഫെയിൽ ആയിട്ടില്ല. നിന്റെ പണി കൊള്ളാൻ കേട്ടോ ഡെവിൽ കുട്ടാ. ഈ ഡെവിലിന് ശരിക്കും തിന്നാനും കുടിക്കാനും കൊടുക്ക്. ഇവൻ എന്റെ ഹീറോയാ. പറഞ്ഞോ നിന്റെ മുതലാളി ആരാണ്? ഇത് ആരുടെ കുതിരയാണെന്ന് മര്യാദക്ക് പറഞ്ഞോ. വേടാ റാം, ഇവന്റെ മുതലാളി ആരാണെങ്കിലും ശരി അവനെ പിടിച്ച് ജയിലിനകത്ത് ഇട്ടോളണം. പറഞ്ഞോ, ആരുടെ ഇതിന്റെ ഉടമസ്ഥൻ? സാറേ, നിങ്ങൾ തന്നെയാണ് എന്റെ ഉടമസ്ഥൻ. എന്റെ എല്ലാമാണ് അങ്ങ്. എന്റെ അന്നദാതാവും അങ്ങ് തന്നെയാണ്. സാറേ, ഇത് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല കേട്ടോ. സാറ് പോലീസാണോ അതോ കിഡ്നാപ്പറോ? വേടാ റാം, ഇവൻ വെറുതെ നുണ പറയാണ്. മര്യാദക്ക് സത്യം പറഞ്ഞോ, ഇല്ലെങ്കിൽ എനിക്കൊന്നും അറിയില്ല സാർ. പത്രത്തിലൊരു ആഡ് കണ്ടായിരുന്നു. ഹോസ്റ്റലേറ്ററിന്റെ ആവശ്യമുണ്ടെന്നും പറഞ്ഞ് ഞാൻ ഫോൺ ചെയ്തപ്പോ ഉണ്ടല്ലോ, അയാളൊരു സ്ഥലത്തേക്ക് എന്നോട് വരാൻ പറഞ്ഞു. അവിടെ ഈ വെള്ളക്കുതിര നിൽക്കുന്നുണ്ടായിരുന്നു. ഫോണിലൂടെ തന്നെ അയാൾ പറഞ്ഞു ധനരാജിന്റെ മകളെ റൈഡിന് കൊണ്ടുപോകണമെന്ന്. അത്രേ അറിയൂ. ഞാൻ ഇതുവരെ ഈ കുതിരയുടെ ഓണറിനെ കണ്ടിട്ട് പോലുമില്ല സാർ. ഇതിൽ കൂടുതൽ ഒന്നും അറിയില്ല സാർ എനിക്ക്. സോറി സാർ, എനിക്കറിയാതൊരു അബദ്ധം പറ്റിപ്പോയതാണ്. നോ പ്രോബ്ലം, കുഴപ്പമില്ല. ഞാൻ ധനരാജസിംഗാണ് സംസാരിക്കുന്നത്. ആരാ? ധൻരാജ് സാറേ, ഫോണ് സ്പീക്കറിലിടൂ, സ്പീക്കറില്. ഞങ്ങൾ എല്ലാരും കേക്കട്ടെ. ഇതാ കിഡ്നാപ്പറും വിളിക്കുന്നുണ്ടാവുക. കേരമോളെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 50 കോടി ഇങ്ങോട്ട് പോരട്ടെ. വലതും മനസ്സിലായോ അമ്മാവാ? ഞാൻ 1 കോടി രൂപ പോലും തരില്ല. പോലീസ് എന്റെ കൂടെ തന്നെയുണ്ട്. നിന്നെയും നിന്റെ കൂട്ടാളികളെയും എത്രയും പെട്ടെന്ന് പിടിച്ചിരിക്കും. ഈ പോലീസ് എന്തോന്ന് ചെയ്യാൻ? പേടി തൊണ്ടന്മാര് അല്ല പിന്നെ. നിങ്ങളാ പഠിപ്പിക്കുന്ന ആളിനൊപ്പം ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് വേഗം വാ. സമയം ഒട്ടുമില്ല. അവിടെ വന്നതിന് ശേഷം ബാക്കി കാര്യമൊക്കെ ഞാൻ പറയാം. ഇല്ല, എന്നെ കൊണ്ടൊന്നും പോകാൻ പറ്റില്ല. എന്നെ ഒന്ന് വിട്ടേക്ക് പ്ലീസ്, എന്നെ ഒന്ന് വിട്ടേക്ക്. ഹലോ ലഡ്ഡു. ഹലോ, ഐ മീൻ 1 കോടി രൂപയോടൊപ്പം ലഡ്ഡു, ജിലേബി, പഴംപൊരി എന്ത് വേണമെങ്കിലും വാങ്ങിച്ചോളൂ. പക്ഷേ ആ പെൺകുട്ടിയെ വിട്ടേക്കണം. ഇതാ കിഴങ്ങ പോലീസുകാരനെ വേഷം മാറി വന്നേക്ക. എന്റെ ലഡ്ഡു സിംഗ്, എന്റെ കണ്ണില് പൊടിയിടാൻ പറ്റൂല കേട്ടാ. ആ കൊച്ചിനെ അവിടെ തനിച്ച് വിട്ടിട്ട് ആ കുതിരപ്പുറത്ത് കയറി 100 മീറ്റർ മുന്നിലോട്ട് വാ. അവിടെ ഒരു കാറ് കിടക്കുന്ന കാണാം. ആ കാറിനകത്ത് ആ ബാഗ് ഇട്ടിട്ട് എത്രയും പെട്ടെന്ന് വീട്ടിലോട്ട് വലിഞ്ഞോളണം. ശിവ, എന്നോട് കുതിരപ്പുറത്ത് കയറി 100 കിലോമീറ്റർ ദൂരെ പോവാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഉള്ള കാറിനകത്ത് ഈ ബാഗ് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ശരി, നീ ഏതായാലും ഇവിടെ വെയിറ്റ് ചെയ്യ്. ഞാൻ ഇപ്പൊ വരാം. നീ പിന്നെ ആ കാറിനെ ഫോളോ ചെയ്യ്. ഓക്കെ? ശരി. രക്ഷിക്കണേ, ആരെങ്കിലും രക്ഷിക്കണേ. താൻ എങ്ങോട്ടായി പോണത്? ഒന്ന് പതുക്കെ ഓടിയാ പോരെ. ഞാൻ ഫോൺ ചെയ്ത് ചോദിക്കട്ടെ. ഹലോ, നിങ്ങളല്ലേ പറഞ്ഞത് 100 കിലോമീറ്റർ പോയാ മതിന്ന്? ഇതിപ്പോ ചാടി പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഡോണ്ട് വെറി, ആ കുതിര എന്റെ അടുത്തേക്കാണോ വരുന്നത്? മനസ്സിലായ? ശിവ, രക്ഷിക്കേ, ആരെങ്കിലും രക്ഷിക്കണേ. അതെ കുതിര, ഒന്ന് നിന്നേ. അതെ, നിന്നോടല്ല പറഞ്ഞത്, ഒന്ന് നിൽക്കാൻ. ഞാൻ വീഴുന്നേ. ഇതാ വീണു. ഹലോ, താൻ എവിടെയാണ്? തന്റെ കുതിരയോടൊന്ന് പറയണ്ടെന്ന് ഇറക്കി വിടാൻ. ഒന്ന് വേഗം ഇറക്കി വിടാൻ പറ. ഞാൻ തന്റെ അടുത്തേക്ക് വന്നിട്ട് എന്ത് കാണിക്കാനാണ്? എന്തിനാ എന്നെ വിളിച്ചോണ്ടിരിക്കുന്ന? പതുക്കെ കുതിര, പതുക്കെ. അയാൾ ആ മലഞ്ചെരുവിലാ ഉള്ളത്. പക്ഷെ എങ്ങനെയാ അയാളെ കണ്ടുപിടിക്കുക? ഇത് വല്ലാത്ത ബുദ്ധിമുട്ട്.
ബുദ്ധിമുട്ട് തന്നെയാണ് ശിവ. ഞങ്ങളുടെ നാട്ടിലെ ഒരു എലീനെ കൊണ്ട് ഭയങ്കര ശല്യമായിരുന്നു. അപ്പൊ ഞങ്ങൾ കെണിയുടെ അകത്ത് ഒരു ചീസ് വെക്കുമായിരുന്നു. ചീസിന്റെ മണം കേട്ട് എലി വരുമ്പോ കൂട്ടിനകത്ത് കയറുമ്പോ ഞങ്ങളത് അടയ്ക്കും. അങ്ങനെയാണ് ഞങ്ങൾ അവിടെയുള്ള പെരിച്ചാഴികളെയൊക്കെ പിടിച്ചോണ്ടിരുന്നത്. ഈ ഐഡിയ കൊള്ളാം. പക്ഷെ ഐഡിയ എന്താണ് അതാദ്യം പറയേ. അവന് വേണ്ടി നമുക്കൊരു ട്രാപ്പ് ഉണ്ടാക്കണം. ആദി, യു ആർ ഇന്റലിജന്റ്. ഇതെനിക്ക് അറിയാവുന്ന കാര്യ. കുഞ്ഞുനാള് മുതൽ എനിക്ക് ഇതല്ലേ തൊഴില്. പക്ഷെ എനിക്ക് അതിന്റെ അഹങ്കാരം ഒട്ടും ഇല്ലായിരുന്നു കേട്ടോ. എന്റെ അമ്മു, ഇയാള് പൂത്തൊരു കോടീശ്വരനാണല്ലോ. മിസ്റ്റർ ധൻപത് റോയ്. അദ്ദേഹത്തിന്റെ കൊച്ചുമോളെ ഹോഴ്സ് റൈഡിങ് പഠിപ്പിക്കണമെന്ന്. ഫീസ് എത്ര വേണേലും തരാമെന്ന്. എന്റെ അമ്മോ, പുതിയൊരു ക്ലയന്റും കൂടി കിട്ടി. ഇതെന്റെ 91ാമത്തെ കിഡ്നാപ്പിംഗാ. നന്നായി. അല്ല അനിയ, ഈ കുതിര സമാധാനമുള്ള കുതിരയാണോ? കുട്ടി താഴെ വീഴില്ലല്ലോ അല്ലേ? അല്ല സാറേ, ഇതൊരു പാവായ കുതിരയാ. ആള് ഭയങ്കര മിടുക്കനാ. ഇവൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്യില്ല. വരൂ, കേറിയിരിക്കൂ ബേബി. അല്ല, തന്റെ കുതിര എന്റെ ചെറുമോളെയും കൊണ്ട് പോയല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? നിക്കോ നിക്കോ നിക്കോ. വരൂ വരൂ, എന്റെ 91ാമത്തെ കിഡ്നാപ്പിംഗ്. വാ, ഇനി 1 കോടി മാത്രമേ കൂടുതൽ ചോദിക്കൂ. എന്ത് 50 കോടി പ്ലസ് 1 കോടിയോ? ഇയാള് ഭയങ്കര സാധനാണല്ലോ. എന്ത് 91 കോടി മാത്രം ചോദിക്കലെന്നോ? എന്റെ മുത്തശ്ശൻ ഇത് കേട്ടാ ദേഷ്യപ്പെടും, അറിയോ? പിന്നെ എന്നെ കൊണ്ടുപോകാൻ പോലും വരില്ല. 91 കോടിക്ക് ഡീൽ ചെയ്തത് എന്റെ മുത്തശ്ശന് ഒരു നാണക്കേടാണ്. അദ്ദേഹം എത്രയും വലിയ കോടീശ്വരനാണ്. എന്നെ റിലീസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ വെറും 91 കോടിയാണോ ചോദിക്കുന്നത്? ശരി ശരി, പിന്നെ ഞാൻ എത്ര ചോദിക്കണം? എത്രയും കുറഞ്ഞത് 1,91 കോടിയെങ്കിലും ചോദിക്കണം. അപ്പോഴേ മുത്തശ്ശൻ ഇത് ഡീൽ ചെയ്യാൻ ആലോചിക്കും. 1,91 കോടിയോ? ഞാൻ പോയേ. മിസ്റ്റർ ഡി, എഴുന്നേക്ക് ബോസേ. എനിക്ക് ഡീൽ ചെയ്യേ ബോസേ. ഇങ്ങനെ ഉറങ്ങി കിടന്നിട്ട് കാര്യമൊന്നുമില്ല. എനിക്ക് ഇത്രയും പൈസയുടെ കാര്യം ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. 1,91 കോടി എനിക്ക് കിട്ടും. ഒന്ന് പൊക്കണേ. ഇല്ല, കിട്ടില്ല. ഒരു ചുക്ക് പോലും തനിക്ക് കിട്ടില്ല. അല്ല, ഈ ചെറുക്കൻ എവിടെന്നാ വന്നത്? അങ്കിൾ, പെൺകുട്ടിയും ഞാൻ തന്നെയാണ്, ആ ചെറുക്കനും ഞാൻ തന്നെയാണ്. കേട്ടോ? അപ്പൊ നീ എന്നെ പറ്റിച്ചു അല്ലേ? ആ, പിടിച്ചവനെ ഇടിച്ച് ചൂപ്പാക്ക്. ഒരിക്കലും എണീറ്റ് നടക്കരുതവൻ. കുട്ടിയെ ചെന്ന് പിടിക്കണടേ. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ എന്നാണ് എന്റെ പേര്. അടിക്കവനെ, ചമ്മന്തിയാക്ക്. ചെല്ലിനടെ അങ്ങോട്ട്. തിന്നെ മാത്രം കൊള്ളാം. രക്ഷിക്കൂ, രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ.
നിന്നെ കൊണ്ട് പറ്റുമെങ്കിൽ ആ കൊച്ചിനെ പോയി രക്ഷിക്കാൻ നോക്ക്. മിസ്റ്റർ ഡിയുടെ ഡീൽ ഇതുവരെ ഒന്നും ഫെയിലായിട്ടില്ല. ബോസേ, ബോസേ. ശിവ, എന്നെ രക്ഷിക്കൂ. എന്റെ കൈ ഭയങ്കരമായിട്ട് കുഴയുന്നു. വേഗം പോ. ജീവയെ പോയി പിടിക്കണ്ട, എന്നെ പിടിച്ചോണ്ടിരിക്കാതെ കൊല്ലടാ അവനെ. നീ വിഷമിക്കരുത്, ഞാനിതാ എത്തിക്കഴിഞ്ഞു ശിവ. ശിവ, നിന്റെ കാറ്റ് പോവാറായി. നിനക്ക് എന്തായാലും അവളെ രക്ഷിക്കാൻ പറ്റൂല, കേട്ടല്ലോ. തടൻ തടൻ. എന്റെ അമ്മ, ഓടിക്കോ. എനിക്ക് ശിവ, help. Oh, thank you, Shiva. എന്താ മിസ്റ്റർ ഡി, ജയിലിലേക്ക് പോകുന്നതിന് മുമ്പ് തനിക്ക് എന്തായാലും പറയാനുണ്ടോ? എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഈ ഡിയുടെ ഡീൽ അങ്ങ് പൊളിഞ്ഞു പോയത്, മനസ്സിലായോ? അതും ആ ഒരു ചെറിയ കുട്ടി കാരണം. കുട്ടി എന്നെ വിളിക്കരുത് അങ്കിൾ. കാറ്റ് പോയി. അല്ല, ശിവ കാരണം. കുതിര, നീ നല്ല സാമർത്ഥ്യക്കാരനും മിടുക്കനുമാണ്. പക്ഷെ ഒരു മോശമായ ആളിന്റെ കയ്യിൽ പെട്ട് നീ ഒരു മോശമായ കാര്യമാണ് ചെയ്തത്. ഇനി മുതൽ നീ നല്ല കാര്യം വേണം ചെയ്യാൻ. നിന്റെ പേര് ഡെവിൽ എന്നല്ല, നീ ഒരു ഹീറോയാണ്. ഹീറോ സിംഗ് സർ, ഇവനെ ഒരു പോലീസ് ഹൗസ് ആക്കണം. കെല്ല് ഡെവിലെ കെല്ല്, നീ ഇനി ഹീറോ ആയിക്കോ. എന്റെ തെറ്റിന്റെ മാപ്പ്. നീ ഒരു നല്ല കുതിരയാ. നിന്നെ തെറ്റായ രീതിയിൽ ഞാൻ വളർത്തി, അത് നീ എന്നോട് ക്ഷമിക്കണം. നീ ഒരു നല്ല കുതിരയാ, ഞാൻ നിന്നെ മറക്കില്ല മോനെ. മിസ്റ്റർ ഡി, നമുക്കിഞ്ഞ് പോകേണ്ടത് ലോക്കപ്പിലേക്കാണ്. അവിടെ ചെന്ന് ഞാൻ നിന്നെ കൊണ്ട് 121 തവണ ഏത്തടിപ്പിക്കും ഞാൻ. Watch India's largest kids library only on Jio Hotstar. Download the app now.